ശ്രീ ഉല്ലാസ് ബാബു CPM-നെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ അണിനിരക്കുന്ന പ്രസ്ഥാനം BJP അല്ല, CPM ആണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായും നിങ്ങൾക്ക് വലിയ തോതിൽ ഇവിടേക്ക് വളർന്ന് കയറാൻ പറ്റാത്തതും. പക്ഷേ മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്നൊരു സൂചന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും മനസ്സിലാക്കിയതാണ്. CPM-നെ സംബന്ധിച്ച് CPM എടുത്തിട്ടുള്ള ചില സമീപനങ്ങളിൽ പാർട്ടിയിലെ ഭൂരിപക്ഷ മതവിഭാഗക്കാർക്ക് അതൃപ്തി ഉണ്ട് എന്ന് പലരും പറയാതെ പറയുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കി അവര് ഒരു നിലപാടൊക്കെ മാറ്റിയാൽ നോക്കൂ, കേരളത്തിൽ 1987, 2011 ഓരോ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ, പഴയ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു വാചകം ഉണ്ടല്ലോ, ആ മറ്റുള്ള ഒരു പൊളിറ്റിക്സ് കളിച്ചാൽ CPM-നെ റിവൈവ് ചെയ്യാമെന്ന് തോന്നലുണ്ടെങ്കിൽ അവരതും ചെയ്യും. നിങ്ങളാണ് അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് പുറകോട്ട് പോവുക. ഭയപ്പെടേണ്ട അഭിലാഷേ, ഒരു സംശയം വേണ്ട. ഇന്ത്യ മഹാരാജ്യം 3ാം തവണയും ഞങ്ങൾക്ക് ഭരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും സർക്കാരിൻ്റെ കൃത്യമായ പ്രവർത്തനത്തിൻ്റെയും ഫലമാണ്. ഇവരുടെ ഈ സ്ഥാപിത താല്പര്യക്കാർ തമ്മിൽ തല്ലുകയും ഇവർ മലപ്പുറത്തെ വെച്ചും കോഴിക്കോടിനെ വെച്ചും ഇപ്പുറത്ത് സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ അതിൻ്റെ കുഴൽപ്പണവും അതിൻ്റെ പണം യാത്ര ചെയ്യലൊക്കെ ഇവർ പറഞ്ഞല്ലോ. പിണറായി വിജയൻ കേസെടുത്തില്ല എന്ന് ശബരിനാഥ് പറഞ്ഞു. പിണറായി വിജയൻക്ക് എൻ്റെ സർക്കാർ ആ കാശ് പിടിച്ചിട്ടുള്ളതാണ്, കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്ര കാലം അത് മൂടി വെച്ചിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത് മൂടി വെച്ചിരിക്കുന്നത്? അവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ അപജയം ഞാൻ നേരത്തെ പറഞ്ഞു കൃത്യമായി സംഭവിച്ചിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ അപജയം സംഭവിക്കുന്നു എന്ന് വളരെ കാലം മുൻപേ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. തൃശ്ശൂരിൽ ഞങ്ങൾ ജയിച്ചത് ഹിന്ദു പാർട്ടി ആയതുകൊണ്ടല്ല. തൃശ്ശൂരിൽ ഞങ്ങൾ ജയിച്ചത് സമസ്ത മേഖലകളിലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നടത്തിയതുകൊണ്ടും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനവും ഞങ്ങളുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനവുമാണ്. അത് ഭാവിയിൽ കേരളത്തിലും സംഭവിക്കും. ഇടതുപക്ഷത്തിൻ്റെ പരാജയം ഇപ്പോൾ നോക്കൂ, ഇടതുപക്ഷത്തിന് സത്യസന്ധരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോകാൻ സ്ഥലമില്ല. അവർ വരുന്ന സ്ഥലമാണ് CPIM-ൽ നിന്ന് സത്യസന്ധരായിട്ടുള്ള സഖാക്കന്മാർ വരുന്ന സ്ഥലമാണ് BJP എന്ന് പറയപ്പെടുന്നത്. ഭാവിയിൽ അത് സംഭവിക്കും, നിങ്ങളൊരു സംശയമില്ലല്ലോ. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. രണ്ട്, സംഘപരിവാറിനെ ഒറ്റ കാര്യം കൂടി ശ്രീ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ശ്രീ ബഹുമാനായിട്ട് ശബരിനാഥ് അങ്ങ് ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ VD സതീശനും സംഘ ബന്ധമുണ്ടെന്നേ. നിങ്ങൾ ADGP-നെ പുറത്താക്കാൻ പറയുന്ന സമയത്ത് VD സതീശനോട് പുറത്താക്കാൻ പറ. ബഹുമാനനായിട്ടുള്ള പ്രണബ് കുമാർ മുഖർജി, ബഹുമാനരായിട്ടുള്ള ശ്രീ നെഹ്റു, ബഹുമാനരായിട്ടുള്ള ജനപ്രതിനിധികൾ വരുന്നത് അത്യപൂർവമായ സംഭവവികാസമാണ്. 2, 3, 4 പരിപാടികൾക്ക് വന്നിട്ടുണ്ടെന്ന്. അതിലെന്താ കുഴപ്പം? ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ചർച്ചയാക്കിയതിന്റെ പൊളിറ്റിക്സ് ഒന്ന്, അതായത് അവിടെയാണ് നമ്മൾ സെലക്റ്റീവ് കൂടിക്കാഴ്ച രഹസ്യമായി നടത്തുന്നത്. ദത്താത്രേയ ഹോസബലയും MR അജിത് കുമാറും കൂടിക്കാഴ്ച നടത്തിയത് പോലെയാണോ VD സതീശൻ ഒരു പൊതു പരിപാടിക്ക് വന്നത്? തവണ വന്നിട്ടുണ്ടെന്ന് അഭിലാഷിന് അറിയാമോ? എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞ അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കാം. സെലക്റ്റീവ് പൊളിറ്റിക്സ് അതാണ്. സെലക്റ്റീവ് പൊളിറ്റിക്സ് ഒറ്റ കാര്യം ശബരിനാഥ് എത്ര തവണ വന്നിട്ടുണ്ട് അങ്ങനെ നിരന്തരം ശബരിനാഥ് ഒറ്റ മിനിറ്റ്, ഒറ്റ സെക്കൻഡ്, ഒറ്റ കാര്യം അഭിലാഷേ. ഈ സെലക്റ്റീവ് പൊളിറ്റിക്സിൽ VD സതീശൻ കാണിച്ച സൂത്രപ്പണിയാണ് ഇടതുപക്ഷ വലതുപക്ഷത്തിന്റെ അഭ്യാസം എന്ന് പറയപ്പെടുന്നത്. കൊലപാതകവുമാണോ, അതേപോലെ സ്വർണം പൊട്ടിക്കലാണോ, അതുപോലെ കാശ് പൊട്ടിക്കലാണോ, അതേപോലെ തന്നെ നിരവധി വിഷയങ്ങൾ അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒരു ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു സംഘപരിവാറിന്റെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തിയെ ADGP കണ്ടു എന്നുള്ള വിഷയമാണോ, ഈ കൊലപാതകവുമാണോ ഏറ്റവും കൂടുതൽ മെറിറ്റിൽ ചർച്ച ചെയ്യേണ്ടത്? അവിടെ സതീശൻ പിണറായി വിജയന് സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലീഡ് ഇട്ട് കൊടുക്കുകയാണ്. ഈ രീതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്നുള്ളത്. അവിടെയാണ് പരസ്പര സഹായ സഹകരണ സംവിധാനമായി മുന്നോട്ട് പോകുന്നു എന്ന് പറവൂരിൽ തോൽപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ച സംഘപരിവാർ സംഘടനകളെല്ലാം, ഹിന്ദു ഐക്യവേദിയൊക്കെ വലിയ ഒരു മൂവ്മെന്റ് നടത്തിയത് RV ബാബുവിന്റെ ഒക്കെ നേതൃത്വത്തിൽ. അദ്ദേഹം പറവൂരുകാരനാണല്ലോ. VD സതീശൻ തോൽപ്പിക്കാൻ വേണ്ടി ഈ സംഘപരിവാർ അല്ലെങ്കിൽ അതിന്റെ അനുബന്ധ സംഘടനകളെല്ലാം കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ 2016-ലാണെന്നാണ് എന്റെ ഓർമ്മ. പറഞ്ഞത് ഈ സതീശൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ 100% തോൽപ്പിക്കാൻ രംഗത്ത് വരുമല്ലോ, പിന്നെ സതീശൻ രംഗത്ത് വരും. ഒരു ഇന്ത്യൻ പൗരനെ കണ്ടു എന്നുള്ളതിൽ വലിയ ചർച്ചയാക്കുന്നതിനപ്പുറത്ത് അൻവർ പറഞ്ഞ മറ്റു വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയത്തിലൊന്നും ചർച്ച